എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായ ഒരു മസാലക്കറിയുടെ റെസിപ്പിയാണ്. ഇടിച്ചക്ക കൊണ്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ചോറിന് മാത്രമല്ല, ദോശ, ഇഡ്ഡലി, വെള്ളപ്പം, ചപ്പാത്തി, പൂരി അങ്ങനെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കയ്യിൽ നന്നായി എണ്ണ തേച്ച ശേഷമാണ് ഇത് മുറിച്ചെടുക്കാൻ. ഈ ഒരു ഭാഗം കളയാം. അതേപോലെ ഈ മുള്ളുള്ള ഭാഗവും. ഈ ഒരു സൈസിൽ മുറിച്ചെടുക്കാം. ഇനി ഒരു 2-3 വിസിലിന് വേവിക്കാം. വല്ലാതെ വെന്തുടയരുത്, കറക്റ്റ് വേവായിരിക്കണം. നന്നായി കഴുകിയ ശേഷം ഇതിലേക്കിടാം. എല്ലാം ഈ വലുപ്പത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. കഷ്ണങ്ങളുടെ അതേ ലെവലിൽ തന്നെ ഒഴിച്ചാൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളതൊരു ഉരുളക്കിഴങ്ങാണ്. ക്യൂബ് സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കറക്റ്റ് വേവായിട്ടുണ്ട്. ഇത്രയായാൽ മതി. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് മുറിച്ചതിടാം. നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ സൈഡുകളും നല്ല ഗോൾഡനായി കിട്ടണം. കഷ്ണങ്ങളൊക്കെ ക്രിസ്പി ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി ഇലയെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ ഉടയില്ല, കറിയിൽ അതേപോലെ തന്നെ കിടക്കും. ഇത്രയും മതി. ഇനി ഇതെടുക്കാം. ഇനി ഇതിലേക്ക് സവാള ഇടാം. കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. സവാള ചെറുതായി ഗോൾഡൻ ആകണം, അതുവരെ വഴറ്റിയെടുക്കാം. ചെറുതായി ഗോൾഡൻ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി. ഇതിലേക്ക് തക്കാളി ഇടാം. കൂടെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നന്നായി റോസ്റ്റ് ആകുമ്പോൾ മസാലപ്പൊടികൾ ഇടാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. വറുത്ത മല്ലിപ്പൊടിയാണ്. നന്നായി വഴറ്റാം. പൊടികളെ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം കഷ്ണങ്ങളൊക്കെ ചേർക്കാം. ഇടിച്ചക്ക വേവിച്ച് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇടിച്ചക്ക വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. കുറച്ചുകൂടി ചേർക്കേണ്ടി വരും. ഇനി അടച്ചു വെച്ച് വേവിക്കാം. കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൂടി ഇതേപോലെ തന്നെ അടച്ചു വയ്ക്കാം. ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ചോറിനും ചപ്പാത്തിക്കും പൂരിക്കൊക്കെ ഇതുപോലൊരു കറി മതി.
ഇടിച്ചക്ക കൊണ്ടുണ്ടാക്കുന്ന ഈ മസാലക്കറിയുടെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇടാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം.